ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് വളരെ ഉപകാരമുള്ളൊരു വീഡിയോ ആണ്. കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ലഞ്ചായിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന കീറ്റോ ബദാം ദോശയും തക്കാളി ചമ്മന്തിയാണെന്ന് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തയ്യാറാക്കാൻ പോകുന്നത് തക്കാളി ചമ്മന്തിയാണ്. അതിനുവേണ്ടി ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. ഈ ചെറിയ ഉള്ളിനെ ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ 2-3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് മുറിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയ ഉള്ളി നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ തക്കാളി ആണെങ്കിൽ 2 എണ്ണം വരെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് തക്കാളി നല്ലതുപോലെ വെന്ത് വരുന്നത് വരെ വഴറ്റി കൊടുക്കണം. തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ചട്നിയൊക്കെ ഉണ്ടാക്കുന്ന ചെറിയ ജാറിലിട്ട് നല്ലതുപോലെ പേസ്റ്റ് ആവുന്നത് വരെ അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഈ ചട്നി ഒന്ന് താളിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു ചെറിയ പാൻ ചൂടാക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനെ നമുക്ക് ടൊമാറ്റോ ചട്നിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബദാം ദോശ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ബദാം ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു വലിയ കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. 2-3 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബദാം ഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഞാനിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തേങ്ങ തിരികെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തതും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് ഇതിനെ നല്ലതുപോലെ അരച്ചെടുക്കണം. മൊസറല്ല ചീസ് ചേർക്കുന്നത് ഓപ്ഷണലാണ്. പക്ഷേ ചീസ് കൂടി ചേർക്കുകയാണെങ്കിൽ ദോശ ഒട്ടും പൊടിയാതെ തന്നെ കിട്ടും. ഇനി ഒരു പാൻ ചൂടാക്കുക. അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ദോശയായിട്ടാണ് ചുട്ടെടുക്കുന്നത്. 1-2 ദോശയായിട്ട് ചുട്ടെടുക്കാൻ പറ്റും. ചെറിയ ദോശയാണെങ്കിൽ 2 ദോശ ചുട്ടെടുക്കാം. ഞാനിപ്പോൾ 1 ദോശയാണ് ചുട്ടെടുക്കുന്നത്. ഇപ്പോൾ ദോശയുടെ ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി മറ്റേ സൈഡും കൂടെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബദാം ദോശ റെഡിയായി വന്നിട്ടുണ്ട്. ഇതൊരാൾക്കുള്ള റെസിപ്പിയാണ്. തക്കാളി ചമ്മന്തി 2 പേർക്ക് സെർവ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.